ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൽ സംബന്ധിക്കുവാൻ തയ്യാറെടുക്കുന്ന നാം ഓരോരുത്തരും ഇപ്പോൾ നോമ്പിൻ്റെ വിശുദ്ധിയുടെ അനുഭവത്തിലാകുന്നുവല്ലോ. വചനം കേൾക്കുക, ഹൃദയത്തിൽ സംഗ്രഹിക്കുക, ഗാഢമായി ധ്യാനിക്കുക എന്നിവയെല്ലാം വിശുദ്ധ കന്യാമറിയാമിൻ്റെ സവിശേഷതകളായി വിശുദ്ധ ലൂക്കോസ് ഏവൻഗലിസ്ത വരച്ചു കാണിക്കുന്നുണ്ട്. വിശുദ്ധ മറിയാം ആധ്യാത്മീയതയുടെ യാനപാത്രമാകുന്നു. തിരുവചനത്തിന്റെ ശക്തി വിശുദ്ധ കന്യകമറിയാം തന്റെ ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞിരിക്കുന്നു. വചനോപാസന എന്നാൽ വചനത്തോട് അടുത്തിരുന്ന് ധ്യാനിക്കുക എന്നാണ്. വിശുദ്ധ കന്യകമറിയാമിന്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചത് ദൈവവചനമായിരുന്നു. തിരുവചനം യഥാർത്ഥത്തിൽ നമുക്ക് ജീവിതയാത്രയിലെ സഖിയാണ്. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും നന്മ ശീലമാക്കുന്ന ആളാണ് പുണ്യവാൻ അഥവാ പുണ്യവതി. പുണ്യമുള്ള വ്യക്തി തൻ്റെ ബാഹ്യവും ആന്തരികവുമായ സകല ശക്തികളും കൊണ്ട് നന്മയിലേക്ക് പായുന്നു. അങ്ങനെ ക്രിയാത്മക കർമ്മങ്ങളാൽ നന്മയെ ആശ്ലേഷിക്കുകയും ചെയ്യുന്നു. മുൾപടർപ്പിന്റെ മധ്യത്തിൽ ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നെങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല. എരിഞ്ഞു ചാമ്പലാകാത്ത ജ്വലിച്ചു നിന്ന മുൾപടർപ്പ് വിശുദ്ധ മറിയത്തെ സൂചിപ്പിക്കുന്നു. വിശുദ്ധിയുടെ പ്രധാന സാക്ഷ്യമുദ്ര സഹനമാണ്. മനുഷ്യ ജീവിതത്തിൽ ചെറുതും വലുതുമായ സഹനങ്ങൾ നാം ഏറ്റെടുക്കേണ്ടതായി വരാം. അവ താഴ്മയോടും പ്രാർത്ഥനയോടും ഏറ്റെടുക്കുക എന്നുള്ളതാണ് കരണീയം. മാതാവിൻ്റെ സഹനങ്ങൾ ഓർത്ത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ പൂക്കളായി പരിണമിക്കും. വിശുദ്ധ ഗ്രിഗറി ഓർമ്മിപ്പിക്കുന്നു, സഹനത്തിൽ നിന്ന് ധൈര്യവും, ധൈര്യത്തിൽ നിന്ന് ശാന്തതയും, ശാന്തതയിൽ നിന്ന് പ്രാർത്ഥനയും, പ്രാർത്ഥനയിൽ നിന്ന് നിശബ്ദതയും, നിശബ്ദതയിൽ നിന്ന് ആന്തരിക ദുഃഖവും, ദുഃഖത്തിൽ നിന്ന് എളിമയും ഉണ്ടാകുന്നുവെന്ന്. വിശുദ്ധ പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ സദ്ഗുണങ്ങളുടെയും ആകത്തുകയാണ് ക്ഷമാപൂർവമായ സഹനം. എന്തെന്നാൽ അതില്ലാതെ നിലനിൽപ്പ് അസാധ്യമാണ്. പരിശുദ്ധ പൗലോസ്ലീഹ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, കഷ്ടത സഹിഷ്ണുതയുടെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിന്റെ ആത്മീയ ഔന്നത്യം എന്ന് പറയുന്നത് ദൈവത്തിൽ സമർപ്പിതയായിരുന്നു എന്നതാണ്. ദൈവത്തിനും വെളിവാക്കപ്പെട്ട തിരുഹിതത്തിനു മുൻപിൽ പൂർണ്ണമായി സമർപ്പിക്കുന്ന മറിയാമിനെയാണ് നാം ഇവിടെ കാണുന്നത്. ദൈവവചനത്തിന്റെ പൂർത്തീകരണത്തിന് സ്വയം സമർപ്പിക്കുകയായിരുന്നല്ലോ കന്യകമറിയാം. മറ്റൊരർത്ഥത്തിൽ ദൈവഹിതം ജീവിതവ്രതമായി സ്വീകരിക്കുന്ന അവസ്ഥ. ഈ സമർപ്പണം ജീവിതത്തിലുടനീളം വിശുദ്ധ കന്യകമറിയാം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യകമറിയാം സ്വയം സമർപ്പിതയായതുപോലെ തൻ്റെ മകനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഉത്സാഹിതയുമായി. ഇത് ഇന്നത്തെ മാതാപിതാക്കൾക്കുള്ള ഒരു മാതൃകയാണ്. ആധുനിക ജീവിതത്തിൽ എത്രയോ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുന്നു. ലഹരിക്കും മറ്റും അടിമയായി ജീവിതത്തെ നരകതുല്യരാക്കുന്ന എത്രയോ ചെറുപ്പക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ദൈവമുമ്പാകെ സമർപ്പിച്ച് വളർത്തുവാൻ മാതാപിതാക്കൾ പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കാത്തതിലുള്ള വലിയ വിനയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കളുടെ മാതൃകാ ജീവിതവും പ്രാർത്ഥനയും കുഞ്ഞുങ്ങൾക്ക് പാഥേയമായി തീരണം. വിശുദ്ധ ദൈവമാതാവ് തന്നെ മാത്രമല്ല തൻ്റെ പുത്രനെയും ലോകത്തിനു വേണ്ടി ദൈവമുമ്പാകെ സമർപ്പിക്കുവാൻ തയ്യാറായ സമർപ്പണം എത്ര തേജോമയമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.